എല്ലാ പരിപാടിയും ഞാൻ ഇന്റീരിയർ ഡിസൈനറായിട്ട് വർക്ക് ചെയ്തില്ല. ഞാൻ സിനിമയിലൂടെ പഠിച്ചത്. ഞാൻ സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റിൽ ക്ലാസ് എടുത്തിട്ടുണ്ട്. ഞാൻ കൊച്ചി യൂണിവേഴ്സിറ്റിയിലും പോയി എടുത്തിട്ടുണ്ട്, ഭവൻസിനിൽ. അതും ഞാൻ സിനിമയിലൂടെ എങ്ങനെ നമ്മൾ മാനേജ്മെൻറ്റ് പഠിപ്പിക്കുക. അപ്പോൾ ഞാൻ ലഗാനെ കാണിച്ച് എങ്ങനെ ടീം ബിൽഡ് ചെയ്യുക, ചക് ദ ഇന്ത്യയിൽ അന്ന് കാണിച്ച് എങ്ങനെ വന്നിട്ട് ഒരു സാധാരണ ടീമിനെ വിന്നിങ് ടീമാക്കി മാറ്റാൻ സാധിക്കും. ഒരുപാട് സിനിമകളുണ്ട് ഇന്ന്. ശരിക്കും പിഗ്മാലിയൻ എഫക്റ്റ് എന്ന് പറയും, ലൈക്ക് എങ്ങനെ ഒരു സാധാരണ മനുഷ്യനെ മാറ്റിയെടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ സിനിമയിലൂടെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ നടക്കുന്നത് സിനിമയിലൂടെ നമുക്ക് ഒതുക്കാൻ പറ്റും. ഞാൻ ചോദിച്ചോട്ടെ, ലൈക്ക് സ്പേസിൻ്റെ ഒരു പടം ഉണ്ടല്ലോ, ഞങ്ങളുടെ സ്കൂളിലെ കുട്ടികളെ കാണിച്ചിരുന്ന വന്നിട്ടുള്ള ഗ്രാവിറ്റി എന്ന് പറഞ്ഞ സിനിമ. ഞാൻ പറയാം, ഞങ്ങൾ സ്കൂളിൽ കാണിച്ചായിരുന്നു. ശരിക്കും നമുക്ക് വന്നിട്ട് നമ്മൾ ഈ പറയുന്ന പ്രതലങ്ങളെ എല്ലാത്തിനെയും യഥാർത്ഥത്തിൽ മനസ്സിലാക്കി തരുന്ന ഒരു സിനിമയാണ്. ഇൻട്രസ്റ്റെല്ലർ വന്നപ്പോഴല്ലേ എത്ര പേർക്ക് ബ്ലാക്ക് ഹോൾ ഉണ്ടെന്നുള്ളത് മനസ്സിലായത് ഇല്ലേ? അപ്പോൾ സിനിമ നമുക്ക് വന്നിട്ടുള്ളതിനകത്തേക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക്, ഈവൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, മെട്രോപോളിസ് എന്ന് പറഞ്ഞൊരു പടമുണ്ട്. ഓക്കെ, ഫ്രിറ്റ്സ് ലാങ്ങിൻ്റെ പടമാണ് ആക്ച്വലി. എന്നിട്ടുള്ള ജർമ്മൻ സിനിമയാണത്. 1925 24 എടുത്തൊരു സിനിമയാണ് ആക്ച്വലി, സൈലൻറ്റ് സിനിമയിൽ വന്നത്. അത് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ എല്ലാ കാര്യങ്ങളും അതിൽ കാണിച്ചിട്ടുണ്ട്. ഒരു എങ്ങനെ ഒരു മെഷീൻ റോൾ ചെയ്യുന്നത് എല്ലാവരെയും. അപ്പോൾ അത് അന്നേ വന്ന് ഭാവനയിൽ കണ്ടിട്ടുണ്ട്. പല കാര്യങ്ങളും അങ്ങനെയാണ്, പറക്കുന്ന സംഭവങ്ങൾ. നമ്മുടെ മിത്തോളജിയിലില്ലേ പുഷ്പവിമാനം വരെ വന്നിട്ടുള്ളത്. ഞാൻ എൻ്റെ ബുക്കിൽ ഇതിനെക്കുറിച്ച് എല്ലാം വിശകലനമായിട്ട് വിശദീകരിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ എന്താ പറഞ്ഞാൽ ഒരു പുസ്തകം കൂടി എഴുതാതെ പറഞ്ഞാൽ അതിന് കാരണമായെന്ന് പറഞ്ഞാൽ ഇപ്പോൾ വന്നിട്ട് ഈസിയായിട്ട് കറക്റ്റ് ചെയ്യാൻ പറ്റും. ഐ എം നോട്ട് വെരി ഗുഡ് അറ്റ് വേർഡ്സ്. ഓക്കെ, ഞാൻ പറഞ്ഞു, ഞാൻ ഇമേജിൻ്റെ ആളാണ്. എൻ്റെ സബ്ജക്റ്റ് വിഷ്വൽ ലിറ്ററസിയാണ്. അപ്പോൾ AI വന്നപ്പോൾ ഞാൻ എൻ്റെ ലാംഗ്വേജിനെ കറക്റ്റ് ചെയ്യാനായിട്ടും എൻ്റെ ആ കാര്യങ്ങൾ കറക്റ്റ് ചെയ്യാനായിട്ട് എനിക്ക് AI ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ ഇൻഫർമേഷൻസിനെ മുഴുവനും എനിക്ക് ഓർഗനൈസ് ചെയ്യാൻ പറ്റി. ഇനിയിപ്പോൾ എൻ്റെ ഇന്ന് നിരന്തരം പുസ്തകം വരും. എൻ്റെ കയ്യിൽ ഓൾമോസ്റ്റ് 12,000 GB മെറ്റീരിയൽ ഉണ്ട്. ഞാൻ പവർ പോയിൻ്റായിട്ട് ഉണ്ടാക്കിയിരിക്കണതാണ്. എൻ്റെ വർഷങ്ങളിരുന്ന എല്ലാ ദിവസവും ഞാൻ സിനിമ പഠിപ്പിക്കാൻ ക്ലാസ് എടുക്കാൻ വേണ്ടി പവർ പോയിൻ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ വിഷ്വൽ ലിറ്ററസിക്ക് ഓരോ സബ്ജക്റ്റിനെ കുറിച്ചിട്ട് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കിപ്പോൾ അതിനെല്ലാം എടുത്തിട്ട് ക്രോഡീകരിച്ചിട്ട് ഒരു പുസ്തകമാക്കി ലാംഗ്വേജിലേക്ക് കൊണ്ടുവരാനായിട്ട് ഈസിയാണ്. കാരണം അതിനകത്ത് വേർഡ്സ് കുറവും കൂടുതൽ ഇമേജുമാണ്. എല്ലാം 120 320 സ്ലൈഡുകളായിട്ട് ഓരോ ക്ലാസ്. എന്താണ് വാട്ട് വിഷ്വൽസ്, അല്ലെങ്കിൽ എന്താണ് ഹിസ്റ്ററി ഓഫ് ആർട്ട്, അല്ലെങ്കിൽ എന്താണ് ഇംപ്രഷനിസം, അല്ലെങ്കിൽ എന്താണ് താവോയിസം, അല്ലെങ്കിൽ എന്ത് സബ്ജക്റ്റിനെയും ഞാൻ പറഞ്ഞ സ്പിരിച്വൽ തൊട്ട് എല്ലാത്തിനെയും നമുക്ക് വന്നിട്ട് ഇമേജിലൂടെ പറയാൻ പറ്റുന്ന രീതിയിലേക്കാക്കിയിട്ട് ഞാൻ അങ്ങനെയാണ്. അതേപോലെ സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റ് ഞാൻ ഈ പറഞ്ഞില്ലേ, ഗ്രാവിറ്റിയെ വെച്ചിട്ട് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും വന്നിട്ടുള്ളത്. ഇൻ്റർസെല്ലിലൂടെ കാണിക്കാൻ പറ്റും. ഇപ്പോൾ സിനിമയിൽ നമുക്ക് വന്നിട്ടുള്ളതിനകത്ത് പല കാര്യങ്ങളിലേക്ക് കൊണ്ടുവരാൻ പറ്റും. സിനിമയിലൂടെ നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്ന ഒരു ഇൻഡയറക്റ്റ് ഒരു എഡ്യൂക്കേഷൻ അല്ലെങ്കിലും ഫാമിലി സ്റ്റോറീസിലൂടെ നമ്മൾ വന്നിട്ട് നമ്മുടെ ഫാമിലി ബന്ധങ്ങളെ, നമുക്ക് നഷ്ടപ്പെട്ടു പോയ ബന്ധങ്ങളെ, അല്ലെങ്കിൽ അതിനകത്തുള്ള അത് ഹ്യൂമറിലൂടെ പറയാനായിട്ട് എങ്ങനെ പറ്റും എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഞങ്ങളിപ്പോൾ വന്നിട്ട് കൂലങ്കഷിതമായിട്ട് ചിന്തിക്കുന്നത്. അത് നമ്മളിലേക്ക് എത്തി നിങ്ങളെല്ലാവരും കൂടി. ഞാൻ പറഞ്ഞാൽ നിങ്ങളൊക്കെ ഞങ്ങളുടെ ഭാഗമാണ്. ഈ ഓൺലൈൻ മീഡിയ നമ്മുടെ ഭാഗമാണ്. നമ്മളെല്ലാം ഇതിലെ അമ്മയില് അവസരമില്ലാത്ത ആളുകളെ കൂടുതൽ അഭിനയിപ്പിക്കുന്നു. ലാൽ സാറും നിങ്ങൾ രണ്ടുപേരും അഭിനയിക്കുന്നുണ്ടാവോ അതിലോ? ഞാൻ ഒരിക്കലും ചെയ്യില്ല. കാരണം എനിക്ക് അതിൽ കൂടുതൽ പണിയുണ്ട്. അതുകൊണ്ട് ഞാൻ അഭിനയിക്കില്ല. ഇതിൽ ഒരു സീനിലാണെങ്കിൽ ലാൽ സാർ മാർക്കറ്റ് വലുതായാലോ, അതുകൊണ്ട് ചോദിച്ചതാണ്. ഞാൻ അതിന് ഞങ്ങൾ ഇപ്പൊ തീരുമാനിച്ചു. അത് ഞാൻ അതിനെ കുറിച്ചിട്ട് ഇപ്പൊ നമ്മൾ പറയേണ്ട ആവശ്യമില്ല. ഞങ്ങളുടെ ഇപ്പോഴത്തെ ഫോക്കസ് അതല്ല, മനസ്സിലായ? നമ്മളതിൻ്റെ ബിസിനസ്സിനൊക്കെ ഞങ്ങൾ ചെയ്യാനായിട്ട് നമുക്ക് നമ്മുടെ അഡ്വൈസറി ബോർഡും ഉണ്ട്. ഫോക്കസ് അതൊക്കെ ലാലിന് നന്നായി എന്തൊക്കെ ചെയ്യണം, ഇത് ചെയ്യാതെ ചെയ്യാൻ പറ്റുമോ, ഇതൊക്കെ നമ്മൾ നോക്കും. വന്നിട്ട് ഈ എല്ലാ പടത്തിലും ലാൽ വരാൻ പറ്റൂല്ലോ. പിന്നെ എന്തിനാ നമ്മൾ ഫിലിം തിയേറ്ററിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കും. നമ്മൾ സിനിമേനെ ആക്കിയിട്ട് അതിനുശേഷം നമ്മൾ അതിനുള്ള വഴികളെല്ലാം നോക്കും. നമ്മളെ സംബന്ധിച്ചോളം വന്നിട്ട് ഏത് തരത്തിലായാലും ഇത് നമ്മൾ വലിയ ലാഭത്തിനേക്കാളും അല്ലല്ലോ. ഞങ്ങൾക്ക് ലാഭം ആവശ്യമില്ലല്ലോ. ഞങ്ങളിതിനകത്ത് പല രീതിയിലേക്കും സ്പോൺസർഷിപ്പിലൂടെ എല്ലാം വന്നിട്ട് നമ്മളിതിൻ്റെ കോസ്റ്റ് ഉണ്ടാക്കും. അപ്പോൾ നമ്മൾ വലിയ രീതിയിലേക്ക് നമുക്ക് വരാനുള്ള ഒരു എല്ലാത്തിനും നമുക്ക് അവകാശങ്ങളുണ്ട്. നമുക്ക് എത്രത്തോളം വളരാം അത്രത്തോളം നമ്മൾ വളർത്തും. എത്രത്തോളം വലുതാക്കാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ വലുതാക്കും. അത്രയാണ്. ഞങ്ങൾ പറ്റുന്ന രീതിയിലേക്ക് വരും. ഇപ്പം ഞങ്ങൾ എല്ലാത്തിനും കൂടി നമ്മൾ വന്നിട്ട് ഫുൾ ഫ്ലെഡ്ജഡാണ്. ഞങ്ങൾക്ക് എത്രത്തോളം വളരാൻ പറ്റുമോ അത്രത്തോളം വളരാൻ പറ്റുന്ന ഒരു മെറ്റമോർഫോസിസ് അതിനകത്ത് ഉണ്ടാക്കുന്ന ഒരു സ്ട്രാറ്റജിയാണ് നമ്മൾ ചെയ്തിരിക്കുക. അത് എനിക്ക് ഇത്രയും നാളത്തെ പഠനം കൊണ്ട്, ഇത്രയും എൻ്റെ വർക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, സിനിമയിലെ എക്സ്പീരിയൻസ് ഉണ്ട്. ഇത് ഞാൻ എടുത്ത് പരിചയമുള്ള പല കാര്യങ്ങൾ. ഞാൻ പെട്ടെന്നൊരു ഫീച്ചർ ഫിലിമിലേക്ക് പോയില്ല.
കാരണം ഒറ്റയടിക്ക് ഒരു പടത്തിന് അങ്ങേറ്റം വരെ കൊണ്ട് എത്തിക്കുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഇറ്റ്സ് ലൈക്ക് ആക്ച്വലി വന്നിട്ട് വൺ ഡേ മാച്ചും നമ്മുടെ ടെസ്റ്റ് മാച്ചും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ശരിക്കും ടെസ്റ്റ് കഴിയണമെങ്കിൽ 3-4 ദിവസം കഴിയണം, ഇത് വൺ ഡേ മാച്ചായിട്ട് കിണറി കഴിയും. അപ്പോൾ ഞാൻ അതിനെ ഓരോന്നിനും കഴിച്ചിട്ട് അതിൻ്റെ പ്രശ്നങ്ങൾ തീർത്ത് അടുത്തതിലേക്ക് പോയി എനിക്ക് പോകാൻ ഞാനതിനെ വളരെ കൺട്രോൾഡ് ആയിട്ടുള്ള നമ്മളെ കൊണ്ട് പറ്റുന്നത് നമ്മൾ എടുക്കാവുള്ളൂ. അപ്പോൾ അതിനെക്കൊണ്ട് നമ്മൾ എടുക്കാൻ പറ്റുന്നത് നമ്മൾ ആലോചിച്ചിട്ട് അങ്ങനെ ഞാൻ ഇതുവരെ എനിക്ക് സക്സസ് ആക്കാൻ പറ്റുക. ഞാൻ നല്ല പ്രീ വർക്ക് ചെയ്യും. ഇപ്പോൾ എന്ത് പരിപാടി, ഇപ്പോൾ നോൺ ആൾക്കാളിക് പരിപാടി ചെയ്യുമ്പോഴും നമ്മൾ അതിനെ നന്നായിട്ട് എനിക്ക് അതിനെ സ്റ്റഡി ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ട് അത് ഹിറ്റാവും എന്നുള്ളത്, എന്ത് കാരണം കൊണ്ട് ചെയ്യാൻ പറ്റും, എങ്ങനെയൊക്കെ ചെയ്യാം, അത് ആരൊക്കെ വേണം, എന്തൊക്കെ ചെയ്താൽ ആ പ്രോഗ്രാം ഹിറ്റാവും, ഇതൊക്കെ നമ്മൾ നല്ല സ്റ്റഡി ചെയ്തിട്ട് ഞാൻ ഇതുവരെ ഉള്ളത് എനിക്ക് സക്സസ് ആണ്. ദൈവാനുഗ്രഹം കൊണ്ട് ഞാൻ ഒരുപാട് ദൈവവിശ്വാസിയാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം അതൊരു പ്രോബ്ലമല്ല. ഇല്ല ഇപ്പം ഞാനെന്നറിയാമോ, ലഹരിക്കുള്ള ബേസിക്കലി നമ്മൾ എന്താണെന്നറിയാമോ, നമ്മൾ സിനിമ മാത്രം പോരാ, ഞങ്ങൾ അത് വേറൊരു പ്രോജക്റ്റാണ്. അത് ഫെഫ്കയുടെയാണ്. അത് ഫെഫ്കയുടെയാണ്. അതാണ് അതൊരു സാധനത്തിനെ അവരുണ്ടാക്കും, അത് തീർച്ചയായിട്ടും വരും. ഫെഫ്ക മാത്രമല്ല, ലഹരിക്കെതിരെയുള്ള കാര്യങ്ങളെല്ലാം സമകാലികമായിട്ടുള്ള അവരുടെ വന്നുള്ള തീരുമാനങ്ങൾ അവരെടുക്കും. ഫെഫ്ക അങ്ങനെ എപ്പോഴും വന്നിട്ടുള്ള കാര്യങ്ങൾക്ക് വന്നുള്ള കാര്യങ്ങൾ എടുത്തിട്ടുണ്ട്, അത് അവരെടുക്കും. ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ അവർ ചെയ്യും. അത് ഫെഫ്ക അങ്ങനെ നല്ല ഒരുപാട് ഫെസ്റ്റിവൽ ചെയ്തിട്ടുണ്ട്. സാർ ഇത്രയും എല്ലാവരെയും കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ടല്ലോ ഇപ്പോൾ സാർ, ഒരുപാട് പേരെ കൊണ്ടുപോയി. അപ്പോൾ എപ്പോഴെങ്കിലും സാറിന് ഇപ്പോൾ പറഞ്ഞ ഒരു സംഘടനയുടെ ഒക്കെ ഒരു നേതൃത്വത്തിലേക്ക് പ്രതീക്ഷിക്കും, ഇപ്പം അമ്മ സംഘടനയുടെ ഒക്കെ നേതൃത്വത്തിലേക്ക് വരാൻ പറ്റും? അത് നല്ലൊരു വിഷയമാണ്. ഞാൻ ചോദിച്ചോട്ടെ, ഞാൻ ഒരു സംഘടനയെ മാത്രം ഞാൻ പ്രതിനിധീകരിച്ചിരുന്നെങ്കിൽ എനിക്കിത് പറ്റുമായിരുന്നോ? അത് പറ്റുമായിരുന്നോ? പറ്റില്ല. പിന്നെ ഞാനിപ്പോൾ ഏതെങ്കിലും ഒരു സംഘടനയാണ് ഞാൻ പ്രതിനിധീകരിച്ചിരുന്നെങ്കിൽ എനിക്കിത് സാധ്യമാകുമായിരുന്നോ? പറ്റുമോ? പറ്റില്ല. ഇല്ലെങ്കിലും ആ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ളതുകൊണ്ട് ഞാൻ എവിടെ നിന്നാലും എനിക്ക് ചെയ്യാൻ പറ്റും. ഞാൻ ഈ ചരിത്ര അക്കാദമിയുടെയും ഞാൻ വന്നിട്ടുള്ള മെമ്പറായിരുന്നപ്പോഴും ഞാൻ ഇവിടെ കൊണ്ടുവന്ന ഇൻ്റർനാഷണൽ ഫെസ്റ്റിവൽ ഞാൻ ഇവിടെ തനിച്ച് ചെയ്തതാണ്. മനസ്സിലായോ? എപ്പോഴും വന്നിട്ടുള്ളതിനകത്ത് സംഘടനയിൽ വന്നിട്ടുള്ളതിനകത്തേക്ക് നമ്മുടെ വോയിസ് കേൾക്കപ്പെടാനുള്ള ഒരു അവസരം മാത്രം നമുക്കുണ്ടാവണം. അത്രമാത്രമേ ഞാൻ ആലോചിക്കാറുള്ളൂ. നമ്മൾ വയ്ക്കുന്ന, നമ്മൾ ജനങ്ങൾക്ക് വേണ്ടി വയ്ക്കുന്ന, അല്ലെങ്കിൽ സംഘടനകൾക്ക് വേണ്ടി വയ്ക്കുന്ന നമ്മുടെ ശബ്ദം അവിടെ കേൾക്കപ്പെടാനൊരു വഴി ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. മനസ്സിലായോ? നമ്മൾ ആരെയും ഭരിക്കാനല്ല നോക്കട്ടെ, നമ്മൾ അതിനകത്തേക്ക് അതൊരിക്കലും വന്നിട്ടുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു വിഷയമല്ല. നമ്മൾ ഭരിക്കാനായിട്ടല്ല ശ്രമിക്കുക, നമ്മൾ അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിനകത്താണ് ഇമ്പോർട്ടൻസ്. ഇപ്പോൾ എന്നെ സംബന്ധിച്ചോളം വന്നിട്ട് ഞാൻ ഇപ്പോൾ ഇതൊരു റൈറ്റ് ടൈമാണ്. കാരണം ഇപ്പോൾ അങ്ങനെ ഒരു ഒഫീഷ്യൽ സംഭവമൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് മനസ്സിലാക്കാം എങ്ങനെയും ചെയ്യാം. എനിക്ക് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു കാര്യത്തിലൂടെ എനിക്ക് വന്നിട്ട് ഇത് ചെയ്യാൻ പറ്റുന്നതിൻ്റെ കാരണം തന്നെ വന്നിട്ട് ഞാനൊരു ഒറ്റ സംഘടനയെ മാത്രമായിട്ട് പ്രതികരിക്കാത്തത് കൊണ്ട് എനിക്ക് ഈസിയായിട്ട് സംസാരിക്കാൻ പറ്റി. മനസ്സിലായില്ലേ? എനിക്ക് എല്ലാവരോടും സംസാരിക്കാൻ പറ്റി. അത് എൻ്റെ ദൈവം തന്ന എനിക്ക് ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ ഇപ്പോൾ കാണുന്നത്. ഇപ്പോൾ എനിക്ക് സംസാരിക്കാൻ പറ്റി, എല്ലാവരും എനിക്ക് ഒരുമിച്ച് കൊണ്ടുവരാൻ പറ്റിയില്ലേ? ഞാൻ ഇൻഡിപെൻഡൻ്റ് ആയതുകൊണ്ടല്ലേ എനിക്ക് ചെയ്യാൻ പറ്റിയത്. അത് എനിക്ക് സംസാരിക്കാൻ പറ്റിയ ലാലിനെ പോലെ ഒരാൾ എൻ്റെ കൂടെ നിൽക്കണമുണ്ടല്ലേ. മോഹൻലാൽ എന്ന് പറയുന്ന ഒരു ചെയർമാൻ എനിക്കുണ്ടായതുകൊണ്ട് മാത്രമല്ല ഞങ്ങൾക്ക് അതിനകത്ത് പോകാൻ പറ്റിയേക്കണേ. ഞങ്ങൾക്ക് ഇത്രയധികം കാര്യങ്ങൾ ചെയ്യാം. ഞാൻ അക്കാഡമിയിൽ നിന്ന സമയത്താണ് ഞാൻ അതിനെ റിയലൈസ് ചെയ്തത്. ഇപ്പോൾ എപ്പോഴും ഞാനൊരു ചട്ടക്കൂടിൽ നിൽക്കുന്നതിനേക്കാൾ ബൗണ്ടറി ഉണ്ട്, അതിൻ്റെ അപ്പുറത്തോട്ട് കിടക്കാൻ പറ്റാത്ത അവസ്ഥ പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട്. പലപ്പോഴും ശരിക്കും ഞാൻ ഫേസ് ചെയ്തേക്കുന്ന ഒരുപാട് പ്രോബ്ലങ്ങളാണ്. അപ്പം ഞാൻ ചെയ്തു തീർക്കാനുള്ള ഒരു കാര്യത്തിനകത്താണ് ഞാൻ മോഹൻലാലിൻ്റെ അടുത്ത് ഞാനും ലാലുമായിട്ടിരുന്ന് ഡിസ്കസ് ചെയ്തത്. ഞാൻ എൻ്റെ ഈ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു, നമുക്ക് എന്തൊക്കെ ചെയ്യാനുള്ള. അപ്പോൾ ലാൽ അതിനെ കംപ്ലീറ്റ് നേതൃത്വം ഏറ്റെടുക്കുകയില്ല. ഈ 10 വർഷത്തോളം ഞങ്ങൾ ഒരുപാട് ഗംഭീര സംഭവങ്ങൾ ചെയ്തിട്ടുണ്ട്. GCCയിലും ഇവിടെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, UIയുടെ നാഷണൽ ഡേ നമ്മൾ കേരളത്തിൽ ആഘോഷിച്ചു. അവരത് റെസ്പെക്റ്റ് ചെയ്തു. മനസ്സിലായോ? അന്ന് 100-200ഓളം പേരുടെ വന്നിട്ടുള്ള ബൈക്ക് റാലി നടത്തി. അത് നമ്മൾ ഇവിടെ നടത്തിയ മറ്റേ പാലക്കാടിൻ്റെ അവിടുത്തെ പ്രസ്സിലെ ക്ലബ്ബിൽ എല്ലാവരെയും വിളിച്ചുകൊണ്ട് പോയി. ഞാൻ പൊള്ളാച്ചിയുടെ ഒരു സ്ഥലത്ത് ഒരു ഹോട്ടലിൽ വെച്ചിട്ട് നമ്മൾ മോഹൻലാൽ, സിദ്ദിഖ് ഉണ്ടായിരുന്നു, പ്രൊഡ്യൂസർ സന്തോഷ് കുരുവിള ഉണ്ടായിരുന്നു, എല്ലാം പങ്കെടുത്തുകൊണ്ട് നമ്മൾ അവിടുത്തെ കുറേ ആൾക്കാർ എല്ലാം വന്ന് നമ്മൾ അവിടെ നിന്നുള്ള UAE എന്നുള്ള നമ്മുടെ പ്രവാസികൾ ഇതിനകത്ത് പങ്കെടുത്തുകൊണ്ട് നമ്മൾ UAയുടെ നാഷണൽ ഡേ നമ്മളിവിടെ വന്ന് കൊണ്ടാടി 3 ദിവസത്തെ.
നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അത് അവർക്ക് ഭയങ്കര ഇന്ന് നമ്മൾ വില വെക്കുന്ന ഒരു കാര്യത്തിനകത്തേക്ക് അത് വലിയൊരു കാര്യമായിരുന്നു ശരിക്കും. കാരണം അവരുടെ ആദ്യമായിട്ട് അവർ ഇന്ത്യൻ സെലിബ്രേറ്റിംഗ് UAE നാഷണൽ ഡേ എന്ന് പറഞ്ഞാണ് അവിടുത്തെ ഗവൺമെൻറ് ഒഫീഷ്യലായിട്ട് ലാലിൻ്റെ പടം വെച്ചിട്ട് അത് വന്നത്. അവിടെ എല്ലാ പത്രത്തിലും വന്ന്, കാരണം ഒഫീഷ്യൽ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ വാം എന്ന് പറയുന്നത് അത് പിന്നെ അവിടെ അങ്ങനെയാണല്ലോ സിസ്റ്റം. അത് നമ്മുടെ ഇവിടുത്തെ PRDയെക്കാളും അവിടുത്തെ PRDക്ക് ഒരു വാല്യൂ ഉണ്ട്. അവർ ഒഫീഷ്യൽ വാം എന്ന് പറയുന്നത് അവരുടെ ഒഫീഷ്യൽ മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ഒരു പത്രക്കുറിപ്പ് ഇട്ടാൽ അത് എല്ലാത്തിലും വരും. അപ്പോൾ എല്ലാ കാജി ടൈംസ് ആയാലും ഗൾഫ് ന്യൂസ് ആയാലും എല്ലാം വന്നിട്ടായിരുന്നു വന്നിട്ടുള്ളത്. നല്ല പേര് കിട്ടി. അവിടുത്തെ എംബസിയിൽ നിന്ന് ആൾ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. എംബസിയുടെ റെപ്രസെൻറ്റേറ്റീവ് നമ്മുടെ പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്തു. നമ്മളൊരു പൈസ അവരെയൊന്നും മേടിച്ചിട്ടില്ല. ഇവിടെ അന്നുള്ള കൗൺസിലേറ്റിൽ നിന്നുള്ള അന്നത്തെ കൗൺസിലർ ജനറൽ വന്നിട്ട് ഇതിന് ആശംസ പറഞ്ഞ് ഇതിൻ്റെ പരിപാടികൾക്ക് വന്ന് കാരണം ഈ പൊള്ളാച്ചി വരെ എത്തുന്ന നമ്മുടെ ആയിട്ടാണ് ചെയ്തത്. അവിടുന്ന് എംബസിയിൽ നിന്ന് നേരെ വന്നായിരുന്നു. കൗൺസിലേറ്റർ അതിന് ആശംസ തന്നായിരുന്നു. വീഡിയോ നമ്മൾ റിലീസ് ചെയ്തു. അങ്ങനെ നമുക്ക് നമ്മൾ ഒരുപാട് വ്യത്യസ്തമായ ചിന്തകളിലൂടെ ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കൊച്ചി മെട്രോയ്ക്ക് ഉണ്ട്. അതിനകത്തേക്ക് എൻ്റെ ജോബ് എന്ന് പറയുന്നത് ഞാനൊരു നിമിത്തം മാത്രമാണ്. I'm a catalyst ബേസിക്കലി ഒരു കാറ്റലിസ്റ്റ് ആകുമ്പോൾ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഗുണമുണ്ട്. മോർ പവർഫുൾ തിങ്സ് യു ക്യാൻ ഡു ഇറ്റ്.